പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ബാല്യത്തിൽ നമ്മുടെ യൗവനത്തിലേക്ക് വളർന്ന ഓരോ കാലഘട്ടത്തിലും നമ്മളെയൊക്കെ ഒത്തിരിയധികം സ്വാധീനിച്ച ഒത്തിരിയധികം കവികളിൽ ഏറ്റവും പ്രസക്തൻ എന്ന് പറയുന്നത് ചിന്ത കൊണ്ട് നമ്മളെ പ്രചോദിപ്പിച്ച ശ്രീനാരായണ ഗുരു നമ്മുടെ സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അതിനെ സാഹിത്യ രംഗത്തോടെ നമ്മളെയൊക്കെ ഏതൊരു തലമുറയും ഏത് കാലത്തും കൈപിടിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന കുമാരനാശാന്റെ ആ മരണയ്ക്ക് മുൻപിൽ ഇരുന്നപ്പോൾ ഒത്തിരിയധികം ചാരിതാർത്ഥ്യം ജീവിതത്തിലുണ്ടായി. അതിന്റെയൊക്കെ തുടർച്ചയായാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ കേട്ടു, ഒരുപക്ഷെ വരും തലമുറകളൊന്നും കുമാരനാശാനെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള നവോത്ഥാന കവിതകളും സാഹിത്യവും ഒക്കെ കൈവിട്ടു പോകും എന്നൊരു പേടി. അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ലോകം മുഴുവനുമുള്ള പ്രവാസി സമൂഹത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷം തന്നെ 1060 കുട്ടികൾ കുമാരനാശാൻ കവിതകൾ കാണാതെ പഠിച്ച് വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ കർണാടകത്തിൽ 108 കുട്ടികൾ കുമാരനാശാൻ കവിത കാണാതെ പഠിച്ച് ഈണത്തിൽ ചൊല്ലി മത്സരത്തിൽ പങ്കെടുത്ത ഒരു പ്രോഗ്രാം നടത്തപ്പെടുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ടും നമ്മുടെ അടുത്ത ചർച്ചയിലേക്ക് വെക്കുന്ന ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പുതിയ തലമുറയെ സാഹിത്യത്തിലേക്കും കുമാരനാശാന്റെ ചിന്തകളിലേക്കും ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വകരമായ ചിന്തകളിലേക്കും ഒക്കെ അടുപ്പിക്കുന്നതിന് വേണ്ടി അവരെ പ്രായോഗികമായ ചില പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ട് ചലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. കർണാടകത്തിൽ കേരള സമാജത്തിൽ തുടങ്ങി വെച്ച് ഇന്ന് ബാംഗ്ലൂരിന്റെ എല്ലാ പ്രദേശത്തേക്കും വളർന്നു വലുതായി കൊണ്ടിരിക്കുന്ന 260ഓളം പഠന കേന്ദ്രങ്ങളും 6000ഓളം കുട്ടികൾ മലയാളം ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ കവിതകളെ ആസ്പദമാക്കിയുള്ള സംഗീത ശില്പങ്ങളോ ചെറു നാടകങ്ങളോ നടത്തുന്ന ഒരു മത്സരമോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ പ്രോഗ്രാമോ നമ്മൾക്ക് ഈ 100ാം വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഒരു 25ൽ കുറയാത്ത ടീമുകൾ പങ്കെടുക്കും എന്ന് എനിക്ക് ഒരു ബോധ്യം അല്ലെങ്കിൽ ഈ വേദിയിൽ നിങ്ങളോട് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു സാധ്യത നമുക്ക് മുന്നിൽ കാണാം. തീർച്ചയായും ഒരു നവോത്ഥാന കാലഘട്ടം തുടർന്ന് അങ്ങോട്ട് കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുവാൻ പറ്റുന്ന പുതുതലമുറയെ നമുക്ക് ഒത്തൊരുമിച്ച് വാർത്തെടുക്കാം. നന്ദി, നമസ്കാരം.